ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. മത്തായി 16, 25-ഉം 26-ഉം വാക്യങ്ങൾ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിനോടും ക്രിസ്തുവിനുള്ളവരോടുമുള്ള പെരുമാറ്റത്തിൽ ലോകത്തിൻ്റെ മനോഭാവത്തിന് ഒരു വ്യതിയാനവും ഉണ്ടാകുന്നതല്ല. കർത്താവിൻ്റെ മക്കൾ കർത്താവിനെ അനുഗമിക്കുന്നത് ഒരളവിൽ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടാണ്. അവരുടെ ജീവൻ ഈ ലോകത്തിൽ ഭദ്രമായിരിക്കുന്നു എന്ന് അവർക്ക് തോന്നാൻ കഴിയുന്നതല്ല. സമൃദ്ധിയായ ഫലം കായ്ക്കണമെങ്കിൽ അവർ ഈ ലോകത്തിന് മരിച്ചവരായിരിക്കണമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ 10-ാം അധ്യായത്തിലും. അതുപോലെ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിനുള്ളവരുടെ ജീവൻ ആശ്ചര്യമായി തന്നെ കർത്താവിനായി സമർപ്പിക്കാൻ ആവശ്യം വന്നേക്കാം. വിശുദ്ധ മത്തായി ഇത് എഴുതുമ്പോൾ വളരെ പീഡകളുള്ള ഒരു സമയമായിരുന്നു. താൻ അർത്ഥമാക്കുന്നത് വിശ്വാസത്യാഗം കൊണ്ട് ജീവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയം വരുന്നു എന്നാണ്. വിശ്വസ്തൻ മരിച്ചേക്കും, എന്നാൽ അവൻ ജീവിക്കാൻ വേണ്ടിയാണ് മരിക്കുന്നത്. ഭൗമികവും ഭൗതികവുമായ കാര്യങ്ങൾക്ക് തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാനോ തനിച്ചിരിക്കുന്ന ആത്മാവിന് സന്തോഷം പകരുവാനോ സാധ്യമല്ല. അയോഗ്യമായ മാർഗത്തിൽ കൂടെ ഭൗമിക നേട്ടങ്ങൾ സാധിക്കുന്നവന് എതിരായി അവൻ്റെ മനസാക്ഷി സംസാരിക്കുകയും ഈ ജീവിതത്തിൽ തന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യാനിടയുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം ക്രൈസ്തവ ജീവിത സരണികളിൽ എന്നും ഉയരുന്ന അല്ലെങ്കിൽ ഉയരേണ്ട ചോദ്യമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ആത്മാവിന് എന്ത് മറുവില കൊടുക്കും? ഒരു മനുഷ്യൻ തന്നെത്താൻ നഷ്ടമാക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ യഥാർത്ഥ കാര്യം അവൻ്റെ ആത്മാവാണ്, അതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ജീവൻ നഷ്ടമാകുമ്പോൾ അവൻ്റെ ഭൗമിക നേട്ടങ്ങളിൽ അവന് സന്തോഷിക്കാൻ സാധ്യമാകുന്നില്ല. എന്നാൽ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ നിത്യത മുഴുവനും പരിഹരിക്കാനാവാത്ത നഷ്ടം അവൻ സഹിക്കുകയാണ്. ഒന്നാമത്, ഓരോ മനുഷ്യനും അവൻ്റേതായ ആത്മാവുണ്ട്. ഇത് അവൻ്റെ ആത്മീയവും അമർത്യവുമായ ഘടകമാണ്. അതിന് ചിന്തിക്കാനും ന്യായവാദം ചെയ്യാനും കഴിവുള്ളതാണ്. രണ്ടാമത്, ആത്മാവിനെ നഷ്ടമാക്കുന്ന ഒരവസ്ഥയുണ്ട്. മൂന്നാമത്, ആത്മാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പാപം സ്വയം നശിക്കുക എന്നാണ് അർത്ഥം. അവൻ്റെ താല്പര്യം ഹേതുവായിട്ടാണ് അവൻ നശിക്കുന്നത്. നാലാമത്, ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തിൻ്റെയും വിലയിൽ തുലവും വർദ്ധിച്ചതാണ്. തുലാസിൻ്റെ ഒരു തട്ടിൽ ഒരാത്മാവിനെയും മറുതട്ടിൽ ലോകത്തിൻ്റെ സകലതും കൂടെ വെച്ച് തുലനം ചെയ്താൽ ഈ വ്യത്യാസം ബോധ്യപ്പെടാൻ കഴിയും. മറ്റൊരു കാര്യം, ലോകത്തെ നേടുക എന്നാൽ ആത്മാവിനെ നഷ്ടമാക്കുക എന്നാണ് അർത്ഥം. ആറാമത്, ആത്മാവിൻ്റെ വില വളരെ അധികമാകയാൽ സകല ലോകവും കൂടിയാലും അതിന് പകരമാകുകയില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകരപ്പെടൽ അത് എന്നും കാത്തു സൂക്ഷിക്കാനുള്ള കർത്തവ്യം നമുക്കുണ്ട്. മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ വ്യത്യസ്തമായ താലന്തുകൾ 3 ആളുകളെ ഏൽപ്പിച്ചതുപോലെയാണ്
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നത് അത് സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യത്തോടെ ദൈവത്തോട് ചേർന്നും ദൈവിക നിലപാടുകളിൽ ഉറച്ചും ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അങ്ങയുടെ ആത്മാവിൻ്റെ അംശത്തെ സൂക്ഷിപ്പാനുള്ള കൃപ നൽകുകയും ലോകത്തെ നേടുന്നതിനേക്കാൾ, ലോകത്തിലുള്ളതിനെ ആർജിക്കുന്നതിനേക്കാൾ നിത്യമായതിനെ സൂക്ഷിപ്പാനുള്ള കൃപയും വരവും ഞങ്ങൾക്ക് നൽകണമേ. ത്യാഗങ്ങൾ സഹിച്ചും വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ മാറാത്ത കരങ്ങളാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ആലോചന നൽകണമേ, ബലപ്പെടുത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.